തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോ വചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വര കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാജ്ഞികൈഃ കർമ്മഭിർവാ ത്രയീ പ്രോക്തൈഃ പുംസോപി വിബുധായുഷാ ശ്രുതേന തപസാ വാ കിം വചോഭിശ്ചിത്തവൃത്തിഭിः ബുദ്ധ്യാ വാ കിം നിപുണയാ ബലേനേന്ദ്രിയരാധസാ കിം വാ യോഗേന സാംഖ്യേന ന്യാസസ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിരന്യൈശ്ച നയത്രാത്മപ്രദോ ഹരി. ഹരിയിലേക്ക് എത്താത്തതൊന്നും വാല്യൂ ഉള്ളതല്ല എന്ന് പറഞ്ഞു വെച്ചു. ഇനി ഹരി ആരാണ് എന്ന് പറയാൻ, എന്തുകൊണ്ടാണ് ഈ ഹരിയിലേക്ക് എത്താത്തതൊന്നും വാല്യൂ ഉള്ളതല്ല എന്ന് പറഞ്ഞത് എന്നും കൂടെ ഇനി പറയാൻ ശ്രമിക്കുകയാണ്. ആരാണ് ഹരി, അല്ലെങ്കിൽ ആരാണ് ഈ വിശ്വാത്മാവ്, ആരാണ് ഈ ഈശ്വരൻ? നമുക്ക് ആരാണ് ഈ ഈശ്വരൻ, എന്തിനാണ് ഈശ്വരനെ സേവിക്കുന്നത് എന്ന് പറഞ്ഞു തരുമ്പോഴേ എങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് കൂടുതലൊരു അടുപ്പം തോന്നുക? നോക്കൂ, ഈ ജീവിതത്തിന് പിന്നിലുള്ള സത്യം, അതിനോട് നമ്മൾ അടുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ അടുപ്പൊന്നും വരില്ല. എല്ലാത്തിനും ആധാരമായ ശക്തി ആ ഈശ്വരനെ ഓർക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേടി കൊണ്ടാ ഓർക്കും. പിന്നെ എല്ലാവരിലും ആത്മാവായി കുടികൊള്ളുന്ന ഈശ്വരനെ ഓർക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് കൺസീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. നേരത്തെ ഹരിസേവ, ആത്മാന്വേഷണം, ഈ ജീവിതത്തിൻ്റെ സാരം അറിയുക എന്നൊക്കെയുള്ള വാക്കുകൾക്ക് പകരം നമ്മൾ ആ വാക്ക് മാറ്റിയിട്ടൊന്നും ഉപയോഗിച്ചില്ലേ? എന്തായിരുന്നു ഉപയോഗിച്ചത്? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുക, അസ്വസ്ഥതകൾ ഇല്ലാണ്ടാവുക, സ്വസ്ഥാവുക, സന്തോഷമാവുക. ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയതിനൊരു ഘട്ടത്തിന് ശേഷം അപ്പോൾ എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനിലേക്ക് എത്തണ്ടേ, ഭഗവാനെ അറിയണ്ടേ, ആത്മസാക്ഷാത്കാരം നേടണ്ടേ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് സ്ഥിരം എന്ത് പറയാൻ തുടങ്ങി? സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്ന് സ്വസ്ഥമാവാൻ, എന്നും സന്തോഷമായിരിക്കാൻ, ആനന്ദം അനുഭവിക്കാൻ പറ്റണ്ടേ എന്നാക്കാൻ തുടങ്ങി. കാരണം ഈ ആദ്യത്തത് ആൾക്കാർക്ക് വേണ്ടതാണോ അല്ലയോ എന്ന് സംശയം. പക്ഷേ ഈ രണ്ടാമത്തത് വേണ്ടതാണെന്ന് നല്ല ഉറപ്പുണ്ട്. കാരണം നമുക്ക് നമ്മളെ തന്നെ ആലോചിച്ചാൽ അറിയാം, നമ്മൾ കൊതിക്കുന്നത് അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കാൻ ആണ് ഓരോ നിമിഷവും. എന്ത് കാര്യം ചെയ്യണതോ അതിന് വേണ്ടിയിട്ടാണ്. തിരഞ്ഞെടുക്കണ വഴിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ആധ്യാത്മികതയിലൂടെയാണോ വിഷമമില്ലാണ്ടിയാക്കാൻ നോക്കണത്, ഭൗതികതയിലൂടെയാണോ വിഷമമില്ലാണ്ടിയാക്കാൻ നോക്കണത് എന്ന് മാത്രമേ സംശയമുള്ളൂ. ഇല്ലാണ്ടിയാക്കാൻ നോക്കണത് എന്താണ്? വിഷമങ്ങളാണ്. ആഗ്രഹങ്ങൾ നേടിയെടുത്തും കൊണ്ടാണോ കിട്ടാത്തതിലുള്ള വിഷമം ഇല്ലാണ്ടിയാക്കണത്, അതോ ആഗ്രഹങ്ങളെ തന്നെ ഉപേക്ഷിച്ചിട്ടാണോ നമുക്കത് കിട്ടാതിരിക്കുമ്പോഴുള്ള വിഷമം ഇല്ലാണ്ടിയാക്കണത് എന്നുള്ളതിലേ സംശയമുള്ളൂ. രണ്ടാണെങ്കിലും നമ്മൾ ശ്രമിക്കണത് എന്താണ്? വിഷമം ഇല്ലാണ്ടിയാക്കാനാണ്, സന്തോഷമായിരിക്കാനാണ്. അപ്പം ആ വഴിക്കൊരു വലിയ പ്രയോജനമുണ്ട്, ആ വഴിക്കൊരു വലിയ വിലയുണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ. നമ്മൾ സംസാരിക്കുമ്പോൾ ആനന്ദം, സന്തോഷം, സമാധാനം, സ്വസ്ഥത എന്നൊക്കെ പറയണ സമയത്ത് ഇപ്പം ജീവിതസാരം അറിഞ്ഞാലേ ഈ ജീവിതത്തിൻ്റെ സമസ്യകൾ പൂരിപ്പിച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ നടക്കണത് എന്താണെന്ന് അറിഞ്ഞാലേ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജീവിക്കണം നമുക്ക് അതനുസരിച്ച് നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സും ചിന്തകളും ഒക്കെ വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ നമുക്കതിനെ നല്ലതുപോലെ ഉപയോഗിച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ജീവിതത്തെ പറ്റിയിട്ടുള്ള പല കാഴ്ചപ്പാടുകളെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ ജീവിതം നല്ലതുപോലെ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതെല്ലാം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വസ്ഥമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക എന്നുള്ളത്. അപ്പം അതിലേക്ക് കണക്ട് ചെയ്യണതാണ് നമുക്ക് എപ്പോഴും എളുപ്പം. വേണം എന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഇവിടെയും ഈ ഹരി ആരാ, വിശ്വാത്മാവ്, ഈശ്വരൻ എന്നൊക്കെ വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് നല്ല പോലെ കണക്ട് ചെയ്ത് തരുന്ന വിശേഷണമാണ് അടുത്ത ശ്ലോകത്തിൽ കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഹരിയിലേക്ക് എത്തിക്കാത്തതെല്ലാം വെറുതെയാണെന്ന് പറയണു എന്ന് ചോദിച്ചാൽ, ഈ ഹരിയിലേക്ക് എത്തിക്കുന്നതേ ശരിക്കും പ്രയോജനപ്പെടുള്ളൂ എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ശ്രേയസാമപി സർവേഷാം ആത്മാ ഹ്യവധിരർത്ഥത. സർവേഷാമപി ഭൂതാനാം
ഹരിരാത്മാത്മന പ്രിയ. ഭാഗവതത്തിൽ 2-3 സ്ഥലങ്ങളിലാണ് ഇത് സ്പഷ്ടമായിട്ട് ഇതേ ആശയം തന്നെ ഏകദേശം കാണിച്ചു തരുന്നത്. അതിലൊരെണ്ണം പറഞ്ഞാൽ ഇത് പറയാൻ എളുപ്പമാണ്. കാരണം എപ്പോഴും നമുക്കൊരു സീനിൻ്റെ സഹായം എപ്പോഴും ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ്. കൃഷ്ണൻ്റെ കഥകൾ കുറേ കേട്ടതാണ് ഭാഗവതത്തിലുള്ളത് എല്ലാവരും. അതിലൊരു കഥയാണ് ബ്രഹ്മാവ് കൃഷ്ണനെ പരീക്ഷിക്കാൻ വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുള്ളത്. അവിടെ ബ്രഹ്മാവ് ചെയ്തതെന്താ? ഉണ്ടായിരുന്നതിനെയൊക്കെ മറച്ചു. എന്തിനാ മറച്ചത്? ഭാഗവതം പറയണത് ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് കൃഷ്ണൻ ആൻസർ തരുള്ളൂ. ഇതുവരെ കണ്ടതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യനും ചെറിയ ചെറിയ ആൻസറുമാണ്. ഇപ്പോൾ മൂപ്പർക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ഇടണം. അങ്ങനെ ഞാനൊരു വലിയ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് നോക്കാം എന്നാണ്. ദ്രഷ്ടും മഞ്ജു മഹിത്വം അന്യതപി. പല മഹിമയും കണ്ടു, ഇതല്ലാത്ത കുറച്ച് മഹിമയും കൂടെ കൃഷ്ണൻ്റെ കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ബ്രഹ്മാവ് അന്ന് എന്ത് ചെയ്തത്? ഞാൻ സൃഷ്ടിച്ചതാണല്ലോ ഗോപബാലന്മാരെ, ഞാൻ സൃഷ്ടിച്ചതാണല്ലോ ഗോക്കളെ, അതിനെ മുഴുവൻ മറച്ചു. കൃഷ്ണനെ ഞാൻ സൃഷ്ടിച്ചതല്ല എന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. ഭഗവാൻ എന്ത് ചെയ്തു? സൃഷ്ടിക്കാൻ ഉള്ള കഴിവ് കൊടുത്തിട്ട് ഒരു ബ്രഹ്മാവിൻ്റെ വേഷം ഉണ്ടാക്കിയത് തന്നെ ആരാണ്? ഞാനാണ്. ഞാൻ വിചാരിച്ച മൾട്ടിപ്പിൾ സൃഷ്ടി ഒരുമിച്ച് വേണമെങ്കിൽ നടത്താൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചതൊക്കെ അവിടെ നിൽക്കേ അതിനെയൊക്കെ തന്നെ അപ്പുറത്തും കാണിച്ചു കൊടുത്തു. മാത്രമല്ല അതിൻ്റെ ഒക്കെ ഒപ്പം ഓരോ ബ്രഹ്മാവിനെയും കാണിച്ചു കൊടുത്തു. ബുദ്ധി കൊണ്ട് നമ്മൾ ഭഗവാനെ അളക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധികളെ മുഴുവൻ ഉണ്ടാക്കിയ ആളാണ്, ആ ആളെയാണ് നമ്മൾ അന്വേഷിക്കണത് എന്ന് നമ്മൾ പലപ്പോഴും ഓർക്കണില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ബുദ്ധിക്ക് ഇത്ര ലിമിറ്റ് മതിയെന്നും മറ്റേ ബുദ്ധിക്ക് വേണമെച്ചാൽ കുറച്ചും കൂടെ ലിമിറ്റ് ആവാമെന്നും വിചാരിച്ച് ബുദ്ധികളിൽ തന്നെ വൈവിധ്യം സൃഷ്ടിക്കപ്പെടുന്നത് ഏതൊരു ബോധത്തിൽ നിന്നാണോ ആ ബോധത്തിനെയാണ് അളക്കാൻ പോണതെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണില്ല. ബ്രഹ്മാവിന് പറ്റിയതാ. അവസാനം ഭഗവാൻ എന്ത് ചെയ്തു? ഈ ബുദ്ധിയുടെ സ്കോപ്പിലും അപ്പുറത്തുള്ളതാ കാണിച്ചു കൊടുത്തത്. കുറേ ഭഗവാനും കുറേ ബ്രഹ്മാവും ഒക്കെ ആയിട്ട് ആകെപ്പാടെ പ്രശ്നമായിപ്പോയി. കണ്ണ് മഞ്ഞളിച്ചു പോയി. ഇത് ഈരേശ ഏതറക്കിയേ നിജമഹിമനി സ്വപ്രമിതികെ പരത്ര ആജാതോദം നിരസനമുഖ ബ്രഹ്മകമിതൗ അനീശേപി ദ്രഷ്ടും കിമിതമിതി വാ മുഹ്യതി സസി ചഛാദാജോ ജ്ഞാത്വാ സപതി പരമോജാജവനികാം എന്ന് പറയും. കണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാണ്ട് ബ്രഹ്മാവ് നിന്നപ്പോൾ ഭഗവാൻ മെല്ലെ സ്വിച്ച് ഓഫ് ചെയ്തു. ഓൺ ചെയ്തപ്പോൾ ബ്രഹ്മാവ് വീണ്ടും കാണുന്നത് ഭഗവാൻ ഒറ്റയ്ക്ക് പകുതി ഉണ്ട ചോറുരുളിയായിട്ട് കൂട്ടുകാരെ കാണാനില്ല, ഗോക്കളെ കാണാനില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. കണ്ടതിൻ്റെ സന്തോഷവും പരീക്ഷിക്കാൻ ശ്രമിച്ച തൻ്റെ അഭിമാനത്തിന് കിട്ടിയ ഒരു അടിയും അതിലുള്ളൊരു നിർവൃതി അത് കണ്ടാ വന്ന് നമസ്കരിക്കുക, കുറേ സ്തുതിച്ചിട്ട് പോവുകയും ചെയ്യും. പറഞ്ഞു വരുന്ന വിഷയമൊന്നുമല്ല. ഒരു കൊല്ലക്കാലമാണത്രേ മാനുഷികമായിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മാവ് എല്ലാത്തിനെയും മറച്ചത്. പക്ഷെ ഈ ഒരു കൊല്ലക്കാലവും വൃന്ദാവനത്തിൽ എല്ലാവരും അവിടെ തന്നെ ഉള്ള പോലെ ആയിരുന്നു. കാരണം അവരുടെയൊക്കെ വേഷത്തിൽ ആരുണ്ടായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു. അന്ന് കണ്ട ഒരു രസം ഇവിടെ പറയണതാണ് ഏറ്റവും നോക്കാനുള്ളത്. കൃഷ്ണൻ അന്ന് ഓരോ കുട്ടിയുടെയും വേഷം കെട്ടി ഓരോ പശുവിൻ്റെയും വേഷം കെട്ടിയിട്ടാണ് വീടുകളിലേക്ക് തിരിച്ചു വന്നത്. സാധാരണ ഗോക്കൾക്കും ഗോപന്മാർക്കും ഗോപികൾക്കും അവരുടെ കിടാങ്ങളെക്കാളും കുട്ടികളെക്കാളും കൂടുതൽ വാത്സല്യവും ഇഷ്ടവും ആരോടാണ്? കൃഷ്ണനോട്. പക്ഷെ അന്നത്തെ ദിവസം അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന, അവരുടെ തൊഴുത്തിലേക്ക് തിരിച്ചു വന്ന ആ കിടാവ് അല്ലെങ്കിൽ ആ കുട്ടി ആരാണ്? കൃഷ്ണനാണ്. അവിടുന്ന് അങ്ങോട്ട് ഒരു കൊല്ലം അവർ മുഴുവൻ ആ കിടാവിനെ അല്ലെങ്കിൽ ആ കുട്ടിയെ മാത്രമേ നോക്കണുള്ളൂ. ബാക്കി ആരെയും നോക്കണില്ല എന്ന് മാത്രമല്ല, നല്ല കാർമുകിൽ വർണ്ണം കൃഷ്ണൻ അപ്പുറത്തുണ്ട്, മൈൻഡേ ഇല്ല. വലിയ രസം ഭാഗവതം കാണിച്ചു വരുന്നത്. അപ്പൊ കാർമുകിൽ വർണ്ണനും മയിൽപ്പീലിയും ഒന്നും ഇല്ലാന്നേ. അവരവരുടെ കുട്ടിയാണ്, അവരവരുടെ കിടാവാണ്. പക്ഷെ ആ കിടാവായി ഇരിക്കണതും കുട്ടിയായി ഇരിക്കണതും ആരാ? കൃഷ്ണനാ. അപ്പൊ കാർമുകിൽ വർണ്ണത്തെയാണോ മയിൽപ്പീലിയാണോ മഞ്ഞപ്പട്ടിനെയാണോ ഇഷ്ടപ്പെടുന്നത്? ആണോ? അത് മുഴുവൻ ശ്രദ്ധയെ ആകർഷിക്കാനായിരുന്നു. ആ വേഷത്തിൽ വന്നു നിന്ന ആൾക്കാണ് വില.
ആ ആള് വേറെ വേഷത്തിൽ വന്ന് നിന്നപ്പോഴും അതിനോടാണ് ഇഷ്ടം അല്ലേ? ബലരാമന് പോലും സംശയം തോന്നിയിരുന്നു, ഒരു കൊല്ലക്കാലം കൃഷ്ണനെ മൈൻഡ് ചെയ്യാത്ത വൃന്ദാവനം. എന്നാൽ കൃഷ്ണനെ മൈൻഡ് ചെയ്യണില്ല എന്ന് വൃന്ദാവനക്കാർ പറയുമോ? ഇല്ല. കാരണം അവർ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ ഏതൊരു ആനന്ദത്തിൻ്റെ പിന്നാലെയാണോ നിന്നിരുന്നത്, അതേ ആനന്ദത്തിൻ്റെ പിന്നാലെയാണ് നിൽക്കുന്നത്. ബലരാമനാണ് മനസ്സിലാവണത്, അവർ നോക്കണതിൽ ആരില്ല, വേഷത്തിലുള്ള കൃഷ്ണൻ ഇല്ല. ഒരു കൊല്ലം കഴിഞ്ഞുല്ലോ. ബ്രഹ്മാവൊക്കെ പഴയ പോലെ ആക്കാൻ പാകത്തിന് ഭഗവാൻ നേരെയാക്കിയല്ല. അന്ന് കൊന്ന പാമ്പിനെ ഒരു കൊല്ലത്തിന് ശേഷമാണ് ആൾക്കാരൊന്നും കൂടെ കാണുന്നത്. അവരൊക്കെ തിരിച്ച് ഭക്ഷണം പൂർത്തിയാക്കിയിട്ട് വീട്ടിലേക്ക് പോയി എന്നാണ് പറയുക. ഉണ്ണണേൻ്റെ ഇടയിൽ ആ ബ്രഹ്മാവ് വന്ന് ഈ പണിയൊക്കെ കാണിച്ചത്. അപ്പം അത് വീണ്ടും പൂർത്തിയാക്കിയിട്ട് പോയി എന്ന്. നമ്മളെന്താ ചോദിക്കുക? ഒരു കൊല്ലത്തെ മുമ്പത്തെ ഭക്ഷണമൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. നമുക്ക് അങ്ങനത്തെയൊക്കെ ചോദിക്കാൻ തോന്നുള്ളൂ. പക്ഷെ പരീക്ഷത്ത് ആലോചിച്ചിട്ട് ചോദിച്ചത് അതല്ല. ഒറ്റ കാര്യം, എല്ലാവരേക്കാൾ അധികം ആൾക്കാർക്ക് എങ്ങനെ ഈ കൃഷ്ണനെ ഇഷ്ടപ്പെടാൻ പറ്റിയേ? ശ്രീശുഖന് ആ ചോദ്യം വലിയ ഇഷ്ടമായി. അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ഇഷ്ടം എന്തിനോടൊക്കെ തോന്നും എന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് കയറി പിടിച്ചു. അപ്പം നമുക്ക് എല്ലാവരെയും ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും എന്നല്ല, പലരെയും ഇഷ്ടമുണ്ട്, പലതിനെയും ഇഷ്ടമുണ്ട്. ആ ഇഷ്ടങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂത്രേ, നമുക്ക് അവരെ അല്ല ഇഷ്ടം. ആരെയാ ഇഷ്ടം? ആരെയാ ഇഷ്ടം? നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. പണ്ട് ഞാൻ പറഞ്ഞു ഒരു ടീച്ചറുടെ അടുത്ത്, നമ്മളെല്ലാവരും സെൽഫിഷാ. ടീച്ചർ സമ്മതിച്ചില്ല. എൻ്റെ മനസ്സിലെ സെൽഫിഷ് ഇതാണ്, എല്ലാവരും സെൽഫിഷാ. നമ്മളൊക്കെ നമ്മൾക്ക് ചുറ്റുമുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന വ്യാജേന ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? വ്യാജേന ഇഷ്ടപ്പെടുന്നത് ആരെയാ? നമ്മളെയാണ്. എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? ശ്രീശുഖൻ പറയാണ്, ഇതര ഏപത്യ വിത്താദ്യാഹ തദ് വല്ലഭതയൈവഹി എന്നാണ്. അപത്യം വിത്തം തുടങ്ങിയ സകലതിനോടും നമുക്കുണ്ടാവുന്ന വല്ലഭത നമ്മളോടുള്ള വല്ലഭത കാരണമാണ് എന്നാണ് പറയണത്. അമ്മ മകനെ ഇഷ്ടപ്പെടുന്നു, അമ്മ മകനെ അല്ല ഇഷ്ടപ്പെടുന്നത്. പിന്നെ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? അമ്മ അമ്മയാണ് ഇഷ്ടപ്പെടുന്നത്. എന്താ ഉറപ്പ്? അമ്മ മകനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വ്യാജേന ഇഷ്ടപ്പെട്ട മകൻ്റെ കൂടെ നിൽക്കുന്ന അമ്മയാണ് ഇഷ്ടപ്പെടുന്നത്. മക്കള് അച്ഛനമ്മമാരെ ഇഷ്ടപ്പെടുന്നു എന്ന വ്യാജേന, വ്യാജം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും അല്ല കേട്ടോ, അങ്ങനെ ധരിക്കരുതേ. നമ്മൾ ഈ വ്യാജം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള അർത്ഥത്തിൽ എടുത്തിട്ടാണ് ഈ പ്രശ്നം. വ്യാജം എന്ന് പറഞ്ഞാൽ അതല്ല കേട്ടോ. വ്യാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മറവിൽ അത് എന്നാണ്, അല്ലെങ്കിൽ പുറമേക്ക് ഇതാണെന്ന് തോന്നുമെങ്കിലും അകമേ അങ്ങനെയാണ് എന്ന് കാണിച്ചു തരും. അപ്പം നമ്മൾ അറിയണില്ല അത് വ്യാജമാണ് എന്നുള്ളത്. നമുക്ക് ഈ പുറമേ കാണുന്നതേ തോന്നുന്നുള്ളൂ, പക്ഷെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ഭാവം ഉണ്ട് എന്നാണ് ഇവിടെ പറയണേ. അപ്പം നമുക്ക് അച്ഛനമ്മമാരെയാണ് മക്കൾ ഇഷ്ടപ്പെടുന്നത് എന്ന് തോന്നുന്നേ ഉള്ളൂ. അവരിഷ്ടപ്പെടുന്നത് ശരിക്ക് ഇങ്ങനെയൊക്കെയുള്ള അച്ഛനമ്മമാരുടെ കൂടെ നിൽക്കുന്ന അവരെയാണ്. ഒന്നും കൂടെ ആലോചിച്ചാൽ ഉറപ്പാവും. നിങ്ങൾ ഇഷ്ടമല്ലാത്തടത്ത് നിങ്ങൾ നിൽക്കുമോ? ഇല്ല. ഉറപ്പല്ലേ? ആണ്. അപ്പം നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ട് നിൽക്കുക എന്നാണ് പറയണത്. പക്ഷെ അവരെ ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടമായതുകൊണ്ടല്ലേ നിൽക്കണേ? അല്ലേ? ആണ്. എൻ്റെ മകന് വേണ്ടി ത്യജിക്കണതാണ് ഞാൻ ജീവിതം എന്ന് പറയുന്ന അമ്മമാർ സത്യത്തിൽ ഇഷ്ടപ്പെടുന്നത് ആരെയാ? അമ്മേനെ തന്നെ അത്രേ. അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ആ ത്യാഗം ചെയ്യണ എന്നെ വലിയ ഇഷ്ടമായി പോയി, അതുകൊണ്ടാണ്. അപ്പം ആ ത്യാഗം ചെയ്യണത് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ നിൽക്കണത്. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അച്ഛനമ്മമാരെ അത്രയധികം ഇഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള മകൻ സത്യത്തിൽ ആ ത്യാഗിയായ തൻ്റെ ഭാവത്തിനെയാണ് ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കില്ല. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ത്യജിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടായാൽ നിങ്ങൾ നിൽക്കുമോ? ഇല്ല. നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന അനുഭവങ്ങൾ വേണമെന്നാണ് താല്പര്യം. ആ അനുഭവങ്ങൾ എന്തിൽ നിന്നൊക്കെ ഉണ്ടാവണോ അതിനെയൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കൂടെയുള്ള ഓരോ ബന്ധുവും അവിടെ ഉള്ളത് കൊണ്ട് ആരുടെ ജീവിതമാണ് സുഖമാവണത്? നമ്മുടെ ജീവിതമാണ്.
നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന നമ്മളെയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാണ്ടേ ആവണത് അല്ലേ? അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? എനിക്ക് ഈ ജീവിതം വേണ്ട. എന്തുകൊണ്ടാണ് എനിക്ക് ഈ ജീവിതം വേണ്ട തോന്നണേ? എന്തുകൊണ്ടാ തോന്നണേ? കാരണം എനിക്ക് എന്നെ ഇഷ്ടാവണില്ല. അവരില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കണ എന്നെ എനിക്ക് ഇഷ്ടാവണില്ല. കുറച്ചും കൂടെ പരസ്യമായിട്ടുള്ള ചില ഉദാഹരണങ്ങളുണ്ട്. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിച്ച സമയത്ത് അവിടെ അടുത്തിരുന്നിട്ട് കരയണവർ പറയുന്ന ഒരു ഡയലോഗാണ്, നീ പോയാൽ അപ്പം ആരെയാ ഇഷ്ടപ്പെടുന്നത്? അപ്പം ആരെയാ ഇഷ്ടപ്പെടുന്നത്? അവരെയാണോ എന്നെയാണോ? ഇനി ആരെങ്കിലും പോയാൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നും പേപ്പർ വായിച്ച് രാവിലെ തൊട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. 5 ആളെ പറ്റി ആയിട്ടുള്ളൂ, വെയിറ്റ് ചെയ്യും, അടുത്ത ആളെയും കൂടെ പറ്റി കരയട്ടെ എന്ന്. അങ്ങനെയാണോ? അല്ല. ആരെങ്കിലും പോയോണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടോന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമ്മൾ നോക്കും, കുറച്ച് നേരം ഇങ്ങനെ കഷ്ടം എന്ന് പറയും, കഴിഞ്ഞു. നമ്മുടെ മൂഡ് പോകണുണ്ടോ? ഇല്ല. പോവും. എപ്പോഴാ പോവാന്നറിയോ? അതുപോലെ എങ്ങാനും എനിക്ക് വന്നാലോ എന്ന് ആലോചിച്ചാലാ, അല്ലാണ്ട് പോവില്ല. മറ്റുള്ളവരുടെ വീട്ടിലെ ബന്ധുക്കൾ മരിച്ച് അവർ കരയണ കണ്ട വിഷമല്ലേ? ഉണ്ട്. ആ വിഷമം കൂടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? പോണ ആളുടെ രൂപത്തിലോ നിൽക്കണ ആളുടെ രൂപത്തിലോ നമ്മളെ സങ്കല്പിച്ചാലാ കുഴപ്പം. അതുകൊണ്ടാ വിഷമം, അല്ലാണ്ട് അവർക്ക് പോയോണ്ടല്ല. നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടപ്പെട്ടവർ കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കാത്ത ആൾക്കാരാണ് അവരെന്ന് തോന്നിയാലോ? പണ്ടൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ആൾ മിണ്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ സുഖമില്ലാത്ത പോലെ. ആൾക്ക് വയ്യാണ്ടായ ഞാനും കുറേ നിന്നിരുന്നു. ഇപ്പം ഞാൻ നോക്കാറൊന്നുമില്ല. എന്തിനാ അപ്പം ഞാൻ നോക്കിയിട്ട്? അപ്പോൾ പിന്നെ ആൾക്ക് വയ്യാണ്ട് അയച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല തീരുമാനമായില്ലേ? അയാൾക്ക് വല്ലാണ്ട് ആയതല്ല നമ്മുടെ വിഷയം. അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായതല്ല നമ്മുടെ വിഷയം. അയാൾ എനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായതാണ് എൻ്റെ വിഷയം. എത്ര വിചിത്രം നോക്കൂ മനുഷ്യരുടെ അടുപ്പം അല്ലേ? ചിത്രകേതുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ചിത്രകേതുവിൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കി ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് ചിത്രകേതുവിൻ്റെ മറ്റേ ഭാര്യമാരുടെ സ്ഥാനത്ത് നിന്നിട്ടും കൂടി കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് ആ കുട്ടി ഉണ്ടായപ്പോൾ വലിയ ഇഷ്ടമായിരുന്നു. അവർക്കല്ല ഉണ്ടായത്, അവരിൽ ഒരാളായ കൃതദ്യുതിക്കാണ്. പക്ഷെ എന്നാലും അവർക്ക് ആ കുട്ടി ആരെ പോലെയായിരുന്നു? സ്വന്തം കുട്ടിയെ പോലെയായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം ആ കുട്ടി എനിക്ക് സന്തോഷം തരുന്നുണ്ട്. കുട്ടിയുടെ അടുത്തിരിക്കുമ്പോൾ ഒരു അമ്മയാണ് സ്വയം എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നുണ്ട്, ലാളിക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ. അതുകൊണ്ട് ആ കുട്ടി എന്ന് കണ്ടാലും സന്തോഷം. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വെളിച്ചമാണ്, നീ ഞങ്ങൾക്ക് പിറക്കാതെ പോയ പക്ഷെ ഞങ്ങളുടെ തന്നെ ഉണ്ണിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഉണ്ണിയാണ്, എന്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവുന്നത്. പക്ഷെ ഒരു ദിവസം അവരിൽ ആർക്കൊക്കെയോ തോന്നൊരു തോന്നൽ അതങ്ങോട്ട് പടർന്ന് പന്തലിച്ചതാ. ഇപ്പം ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ ജീവിതം സന്തോഷിപ്പിക്കാൻ പാകത്തിന് ചിത്രകേതു വരാറില്ല. എന്താ വരാത്തതിനുള്ള കാരണം? ചിത്രകേതു ഫുൾ ടൈം ബിസിയാണ്. എന്താ ബിസി ആവാനുള്ള കാരണം? ചിത്രകേതു അവിടെയാണ്. എന്താ അവിടെ ആവാനുള്ള കാരണം? അവിടെ കുട്ടിയുണ്ട്. അപ്പം ഇവിടെ വരണമെങ്കിൽ എന്ത് വേണം? ഒന്നിലും ആ കുട്ടി ഇവിടെയും ഉണ്ടാവണം. അത് എളുപ്പമല്ല. എന്നാൽ പിന്നെ ഞങ്ങൾക്കില്ലാത്തത് അവിടെയും വേണ്ട. ഇപ്പം അവർ ആ കുട്ടിയെ നോക്കുമ്പോൾ അവർക്ക് തോന്നണം എന്താണെന്നറിയോ? ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വന്നവനെയാണ്. എത്ര വേഗ ഷിഫ്റ്റ് വന്നേ. അതുകൊണ്ട് അതുവരെ പാല് കൊടുത്തവർ ഒരു മടിയും കൂടാണ്ട് എന്ത് കൊടുത്തത്? അവസാനം പിന്നുള്ള ഡ്രാമയൊക്കെ കഴിഞ്ഞു. നാരദ മഹർഷി വന്നൊരു അത്ഭുതമൊക്കെ കാണിച്ചു. ആരുടെ മകൻ ആരുടെ അച്ഛൻ എന്നൊക്കെ ചോദിച്ചോടുകൂടി ചിത്രകേതുവിന് മാത്രമല്ല റിലേ പോയത്, ആർക്കും കൂടെ പോയി? ഇവർക്ക് കൂടെ പോയി. അവരാലോചിച്ചു, ഇങ്ങനെയൊക്കെയാണ് ജീവിതം അച്ഛാ, ഞങ്ങൾ പിന്നെ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പോലും മാറി. അവർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ മകൻ നിന്നപ്പോഴാണ് അവനോട് ഇഷ്ടം. അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നിന്നപ്പോൾ ഇഷ്ടമില്ല. അവർക്ക് ഇഷ്ടം ആരോടാ? മകനോടല്ല, അവരോടാണ്. എല്ലാവർക്കും ഇഷ്ടം അവരവരോടാ. ഇത് പറയണത് കൊണ്ട് നമ്മൾ മോശക്കാരാവണമെന്നില്ല. കാരണം എന്താ അറിയോ? നമ്മളെല്ലാവരും അങ്ങനെ. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയാണ്. ഞാൻ നിങ്ങളെ ഇഷ്ടമായിട്ട് അവിടെ ഇരുന്ന് പ്രഭാഷണം ചെയ്യണത്. പിന്നെ
ഞാൻ ഈ പ്രഭാഷണം ചെയ്യണത് മുഴുവൻ നിങ്ങൾ ഈ കേട്ട് രസിക്കണു, നിങ്ങൾക്ക് മനസ്സിലാവണു വിചാരിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾ കേട്ട് രസിച്ചാലും നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾ എന്നെ പറ്റി നല്ല 4 വാക്ക് പറയണത് കേട്ടാൽ ആർക്ക് എന്നെ പറ്റി ഇഷ്ടാവും? എനിക്ക് എന്നെ പറ്റി ഇഷ്ടാവും. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഒന്നുകൊണ്ടല്ല. നമുക്ക് നമ്മളെയാണ് ഇഷ്ടം. നമുക്ക് പണത്തിനെ അല്ല ഇഷ്ടം, പണക്കാരനായി ജീവിക്കുന്ന നമ്മളെയാണ്. എന്തു പോയാലും സ്വയം ജീവിച്ചാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ആരെയാണ് ഇഷ്ടം? നമ്മളെയാണ് ഇഷ്ടം. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ആ ചോദ്യത്തിന് ശേഷം പടിപടിയായിട്ട് പറഞ്ഞു കൊടുക്കണത് അതാ. പരീക്ഷത്തെ എല്ലാവരെക്കാൾ ഇഷ്ടം നമ്മളെയാണെന്ന് സംശയമില്ലല്ലോ. അതില്ല. നമ്മളെയാന്ന് പറഞ്ഞാൽ ഈ നമ്മളിൽ എന്തിനാ ഇഷ്ടം? നമ്മുടെ സ്വഭാവമാണോ? നമ്മുടെ ബുദ്ധിയാണോ? നമ്മുടെ കഴിവുകളാണോ? നമ്മുടെ ആരോഗ്യം, ശരീരമാണോ? എന്തിനാ ഇഷ്ടം? വീടാണോ? പണമാണോ? മറ്റുള്ളവരുടെ പണമല്ല എൻ്റെ പണമാണ് ഇഷ്ടം, മറ്റുള്ളവരുടെ വീടല്ല എൻ്റെ വീടാണ് ഇഷ്ടം. ശരി. പക്ഷേ എൻ്റെ വീടിനെയും എൻ്റെ പണത്തെയും എൻ്റെ വണ്ടികളെയും എൻ്റെ സ്ഥാനമാനങ്ങളെക്കാളും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ആരെയാ? എന്നെയാ. അല്ലേ? ഒരു സ്ഥലത്തുനിന്ന് പോയാലും വേണ്ടില്ല, ആ ജോലി പോയാലും വേണ്ടില്ല, എനിക്ക് ജീവിച്ചാൽ മതി. അല്ലേ? ചില സമയത്ത് എനിക്കുള്ള ഒരു സ്ഥാനമാനങ്ങൾ നശിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്ത് ചെയ്താൽ മതി? ജീവിച്ചാൽ മതി. നമ്മൾ എന്താ പറയുക? തടി കേടാവാതെ ഇരുന്നാൽ മതി. അപ്പം ഇഷ്ടം ആരെയാ? ആരെയാ? തടിയെയാണ്. അല്ലേ? എന്ത് പോയാലും കുഴപ്പമില്ല, തടി കേടാവാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം ആരെയാണ്? തടീനെയാണ്. അപ്പോഴാ ശ്രീ ശുകബ്രഹ്മർഷി അടുത്ത ചോദ്യം ചോദിക്കണത്. തടി കേടായാലും കുഴപ്പമില്ല, ജീവിച്ചാൽ മതി എന്നും പറയാറില്ലേ? ഉണ്ട്. എപ്പോഴാ പറയാ? എപ്പോഴാ പറയാ? എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്ന് ഈ തടിയുടെ ചില കഷ്ണങ്ങളൊക്കെ, ചില ബ്രാഞ്ചുകളൊക്കെ പോണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാ പറയാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തടിയുടെ കഷ്ണം പോയാലും കുഴപ്പമില്ല, ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കും. അപ്പം നമുക്കിഷ്ടം തടിയെയാണോ? ആണോ? അല്ല, എന്നെ എന്ന് പറഞ്ഞാൽ തടി എന്തായാലും ഉള്ള ഞാൻ എന്ന ഭാവം, ഓർമ്മ, ചിന്ത. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നലെ വരെയുള്ള ഓർമ്മ മുഴുവൻ കളഞ്ഞ് ജീവിക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ മരിക്കണം. നമ്മൾ എന്ത് ചെയ്യും? മരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുക. ആ സമയം ആവുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? ഓർമ്മ പോയാലും കുഴപ്പമില്ല. എന്താ അതിന് തെളിവ് എന്നറിയോ? അമ്മമാർക്ക് മുഴുവൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ കയ്യിലൊക്കെ മൊബൈലില്ലേ? നമ്മൾ ആദ്യം ശ്രമിക്കുക എന്താ വെച്ചാൽ മൊബൈലിന് കുഴപ്പം പറ്റാണ്ടിരിക്കാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മൊബൈൽ നന്നാക്കാൻ കൊടുക്കുമ്പോൾ ചോദിക്കും, ഡാറ്റ പോവില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല, പോവില്ല. അവസാന ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അവർ പറയും, ഇതിന് ഒരൊറ്റ വഴിയുള്ളൂ, മൊത്തം ഫോർമാറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അമ്മ അതിൽ വൈറസ് കയറിയിട്ടുണ്ടെന്ന്. കുഴപ്പമില്ല, പൊക്കോട്ടെ. എന്ത് പൊക്കോട്ടെ? ഡാറ്റ പൊക്കോട്ടെ, ഫോൺ അവിടെ ഉണ്ടായാൽ മതി. ജീവിതാശയാണത്ര ഏറ്റവും വലുത്. യജ്ജീര്യത്യപി ദേഹേസ്മിൻ ജീവിതാശാ ബലീയസി എന്ന് ശ്രീ ശുകബ്രഹ്മർഷി അവിടെ പറയും. ശരീരം ജീർണിച്ചു പോകുമ്പോൾ പോലും എന്തോ ഒന്ന് നിലനിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ജീവനെയാണ്. എന്തിനാ അത്രയും പറഞ്ഞത് എന്നല്ലേ? തസ്മാൽ പ്രിയതമസ്വാത്മാ സർവേഷാമപി ദേഹിനാം. നമുക്കെല്ലാവർക്കും ഇഷ്ടം നമ്മുടെ ആത്മാവിനെയാണ്, നമ്മുടെ ജീവനെയാണ്. ആ ജീവനായിട്ട് എല്ലാവരിലും കുടികൊള്ളുന്ന ആളാണ് കൃഷ്ണൻ. പരീക്ഷത്തെ നമ്മളിലെയൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്ന് എന്താണോ അതൊരു കാർമേഘ വർണ്ണത്തിൽ ഒരു ഓടക്കുഴലും പിടിച്ചു മുന്നിൽ നിന്നു. അപ്പം ശരിക്കും നമുക്ക് ആ കാർമേഘ വർണ്ണനോട് തോന്നിയ ഇഷ്ടം ആരോടുള്ള ഇഷ്ടമാണ്? നമ്മളിലെ നമ്മൾ ഇഷ്ടപ്പെട്ട ആ ആനന്ദത്തോട് ചേരാൻ പറ്റിയതിൻ്റെ ഇഷ്ടമാണ്. ശരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൃഷ്ണനെ അല്ല. സമാധാനമായില്ലേ?
മകനെ അല്ല, ഭർത്താവിനെ അല്ല, അച്ഛനെ അല്ല, അമ്മയല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വിഷമമായിരുന്നു. നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്നത് ആരെയല്ല? കൃഷ്ണനെ അല്ല, കൃഷ്ണനിലൂടെ അനുഭവിക്കുന്ന ആനന്ദത്തെയാണ്. അതുകൊണ്ടാണ് ആ കാർമേഘ വർണ്ണനെ മൈൻഡ് ചെയ്യാണ്ട് അവരൊക്കെ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു കിടാവിനെ അല്ലെങ്കിൽ കുട്ടിയെ മാത്രം അന്ന് നോക്കി നിന്നിരുന്നത് എന്ന് പറയുന്നു. ഇവിടെ പറയാ നാരദനും പ്രചേതസ്സുകളോട്, ആരാണ് നമ്മൾ ഉദ്ദേശിക്കണ ഈ ഹരി? ആരാണ് നമ്മൾ പറയണ ഈ വിശ്വാത്മാവ് എന്ന് ചോദിച്ചാൽ, ശ്രേയസാമപി സർവേഷാം ആത്മാ ഹ്യവധിരർത്ഥത. ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേയസ്സുകളുടെ ഏറ്റവും അറ്റത്തിരിക്കണ ആൾ ആരാ ചോദിച്ചാൽ ആത്മാവാണ് അത്ര. നമ്മൾ തേടുന്ന ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേയസ് എന്നുള്ളതിന് നമുക്ക് സംശയമില്ല. ബാക്കി എല്ലാതും വിട്ടിട്ടും നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പരമാനന്ദം എന്തോ, ബാക്കിയെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥതയും ആനന്ദവും എന്തോ, അതാണ് ഏറ്റവും വലിയ ശ്രേയസ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. പക്ഷെ ആ ശ്രേയസ് എവിടെയായിരിക്കുന്നത്? നമ്മളിൽ തന്നെയാണ്. നമ്മളാണ് ആനന്ദ സ്വരൂപം. ആ ബോധമാണ് ആനന്ദമായിട്ടിരിക്കുന്നത്. അതിലൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വപ്നങ്ങളും സകലവിധ സങ്കല്പങ്ങളും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആ സ്വപ്നങ്ങളിലും സങ്കല്പങ്ങളിലും ഒക്കെ ഇടയ്ക്ക് സുഖവും ദുഃഖമൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചാലും നിൽക്കുന്ന ആ ബോധമാണ് പരമാനന്ദം. അതിലേ ഉള്ളൂ ആനന്ദം. അവധി, അവധി എന്ന് പറഞ്ഞാൽ അറ്റം എന്നാണ്. എല്ലാ ശ്രേയസ്സുകൾക്കും അവധിയായിരിക്കണത് ആത്മാവാണ് അത്ര എന്ന് പറഞ്ഞാൽ എല്ലാ ശ്രേയസ്സുകളുടെയും അങ്ങേ അറ്റം എവിടെയായിരിക്കണത്? ഈ ആത്മാവിലാണ്, ഈ ആനന്ദത്തിലാണ്, നമ്മൾ തേടുന്ന ആ ഒന്നിലാണ്. സർവേഷാം അപി ഭൂതാനാം ഹരിരാത്മാ ആത്മദപ്രിയ. അങ്ങനെ എല്ലാവരിലും ആത്മാവായിരിക്കുന്ന ആളാണ് ആര്? ഹരി. സേവിച്ചാൽ തന്നെ തന്നെ തരുന്ന, എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും നമുക്ക് നമ്മളെ കിട്ടി എന്നുള്ള തോന്നൽ ഉണ്ടാക്കിപ്പിക്കുന്ന, നമുക്ക് ഏറ്റവും പ്രിയം തോന്നിപ്പിക്കുന്ന ഒന്ന് എന്താണോ, അങ്ങനെ നമ്മളിൽ കുടികൊള്ളുന്ന ആ ഒന്ന് തന്നെയാണ് നമ്മൾ ഈ വിളിക്കുന്ന വിശ്വാത്മാവായ ഹരി. അതുകൊണ്ട് ഹരിയെ സേവിക്കണതാവണം എല്ലാ കർമ്മവും ജന്മവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്താ? നമ്മളിലെ യഥാർത്ഥ നമ്മളെ സേവിക്കണതാവണം നമ്മുടെ എല്ലാ കർമ്മവും ജന്മവും ഒക്കെ. അപ്പം നമ്മളിലെ നമ്മളെ നമുക്ക് കണ്ടെത്താൻ പറ്റണില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടല്ല വെച്ചാൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? അതാണ് ചോദിക്കണേ. സത്യം പറഞ്ഞാൽ ഭാഗവതം പഠിപ്പിക്കണത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെല്ലാം ചെയ്യാനാണ്. പക്ഷെ ആ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് ഏത് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളതിലാണ് സംശയം. നമ്മളോട് പറഞ്ഞു തരണു ഇപ്പോഴും നിങ്ങൾ ചെയ്യണതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, പക്ഷെ ആ നിങ്ങളല്ല യഥാർത്ഥ. നിങ്ങൾ അറിയണില്ല. നിങ്ങൾ ഈ ശരീരം നന്നാക്കാൻ നോക്കണു, ഇവിടെയുള്ള ചില അഭിമാനങ്ങൾ നന്നാക്കാൻ നോക്കണു, ചില ബന്ധങ്ങൾ നന്നാക്കാൻ നോക്കണു, അതിനൊപ്പമൊക്കെ നിൽക്കുന്ന നിങ്ങളെ നന്നാക്കാൻ നോക്കണു. പക്ഷെ അതല്ല നിങ്ങളുടെ യഥാർത്ഥ അഡ്രസ്. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥായി ആയിട്ടുള്ള ഒരു ആനന്ദം അവിടെ ഒന്നും കിട്ടില്ല. അത് ഏതിലാണോ കിട്ടുന്നത് അതിനു വേണ്ടി ജീവിച്ചോളൂ. അതിനു വേണ്ടി ആവട്ടെ ഈ ആയുസ്, അതിനു വേണ്ടി ആവട്ടെ പഠിക്കുന്നത്, അതിനു വേണ്ടി ആവട്ടെ ചെയ്യണ കർമ്മങ്ങൾ എന്ന് മാത്രമാണ് പറഞ്ഞത്. നമുക്കൊക്കെ എന്തൊന്ന് ചെയ്താലാണോ പരമാനന്ദം ഉണ്ടാവുക അത് ചെയ്യാൻ വേണ്ടിയിട്ടാവണം എല്ലാം എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്ത് വാക്യങ്ങളിലൊക്കെ ഉള്ളതാ. ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുക, ഭർത്താവ് ഭാര്യയോട് പറയുക എന്ത്? ഭർത്താവിനോട് ഇഷ്ടം തോന്നുന്നത് ഭർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ആത്മനസ്തു കാമായ. ആരോടുള്ള ഇഷ്ടം കൊണ്ടാ? അവനോടുള്ള ഇഷ്ടം കൊണ്ട്. ഭർത്താവ് പ്രിയനായിട്ട് തോന്നുന്നത് ഭർത്താവ് നല്ല ആളായോണ്ടല്ല, പകരം ഭർത്താവിൻ്റെ കൂടെ നിൽക്കണ എന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. മക്കളോട് പ്രിയം തോന്നുന്നത് മക്കളിലുള്ള പ്രിയം കാരണമല്ല, പകരം മക്കളുടെ ഒപ്പം നിൽക്കുന്ന എന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില ബന്ധുക്കളുടെ കൂടെ ജീവിക്കണത് എങ്ങനെയാണ് പുറത്തുനിന്ന് എത്ര നോക്കിയിട്ട് ഉത്തരം കിട്ടണില്ല. ഇയാളുടെ കൂടെയൊക്കെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിച്ചു. പക്ഷെ ജീവിക്കണവർ പറയും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, എനിക്കത് ചെയ്തു കൊടുത്ത് നിൽക്കുമ്പോൾ ഒരു ഗുണമുണ്ട്. അത്രയേ ഉള്ളൂ വിഷയം. അവർക്കൊന്നും അയാളെ ഇഷ്ടാവാത്തത്, അവർക്കൊന്നും അയാളുടെ ഒപ്പം നിൽക്കുമ്പോൾ അവരെ ഇഷ്ടമല്ല. ഇവർക്ക് ഇയാളെ ഇഷ്ടാവണത് എന്തുകൊണ്ടാ വെച്ചാൽ ഇവർക്ക് അയാളുടെ ഒപ്പം നിൽക്കുമ്പോഴും എന്തോ ഒരു സുഖം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്.
നമ്മൾ ഇത്ര ചില്ലറക്കാരല്ല, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഒന്നിലോ നമ്മൾ എല്ലാ സൗകര്യങ്ങളിലും നിന്നുകൊണ്ട് മറ്റുള്ളവരെക്കാൾ നമ്പർ 1 ആവാൻ നോക്കും. അപ്പോഴും നമുക്ക് നമ്മളെ ഇഷ്ടമാവും. എന്തുകൊണ്ടാണ്? അവർക്കൊന്നുമില്ലാത്ത സൗകര്യം എനിക്കുണ്ടല്ലോ എന്നാണ്. ഇതിലും അപകടം പിടിച്ചൊരു നമ്മൾ വേറെ ഉണ്ട്. ആരാന്നല്ലേ? ഒരു സൗകര്യവും ഇല്ലെങ്കിലും ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന നമ്മൾ. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ? നിങ്ങളെപ്പോലെയൊന്നും അല്ല ഞാൻ. ഇത്രയും സൗകര്യങ്ങളില്ലെങ്കിലും ഇതിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാണെന്ന് സ്വയം അങ്ങോട്ട് ലേബൽ ചെയ്തിട്ട് നമ്മൾ സ്വയം അങ്ങോട്ട് ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെട്ട് നിൽക്കണം നമ്മളും ഉണ്ട്. അവിടെയും സത്യം പറഞ്ഞാൽ ഉണ്ടാവുന്നത് ഒരു അഭിമാനമാണ്. എന്താ അഭിമാനം? അവർക്കൊന്നും പറ്റാത്ത എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദിവസവും രാവിലെ കഷ്ടപ്പെട്ടിട്ടായാലും അത് ചെയ്യുമ്പോഴുള്ള ഏക ആശ്വാസം എന്താണെന്നറിയോ? ആരും ചെയ്യാത്തതാണല്ലോ. അതിപ്പോ കുറെ അടി കിട്ടിയിട്ടാണ് വെച്ചാലും വേണ്ടില്ല, അവരൊന്നും ഇത്രയും അടി കൊണ്ട് നിൽക്കില്ലല്ലോ. നീ നിൽക്കുന്നുണ്ട്, നീ വലിയവനാ. ഭഗവാനും പറയുന്നുണ്ട്, എല്ലാവരും ഇത്രയും ഒന്നും സഹിച്ച് നിൽക്കാറില്ല. എൻ്റെ പരീക്ഷകളെ മുഴുവൻ സഹിച്ച് നിൽക്കുന്നത് നീയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇന്ന് ആരോ പറഞ്ഞു അത്രേ. അത് കേട്ടിട്ട് നമ്മളും വിചാരിച്ചു നമ്മൾ ഈ സഹിച്ച് നിൽക്കുന്നത് ആർക്കും ഇഷ്ടാവും? ഭഗവാൻ അതൊന്നും പറഞ്ഞില്ല. നീ എന്തിൽ സഹിക്കാൻ പഠിച്ചാലും നാളെ ഉപകാരമാവും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ സ്വയം നമുക്ക് വാല്യൂ ഇടും. എങ്ങനെ വാല്യൂ ഇടും? ഞാനിങ്ങനെ കുറേ പരീക്ഷണങ്ങൾ സഹിച്ച് നിൽക്കണത് കൊണ്ട് എനിക്ക് വിലയുണ്ട് എന്നൊക്കെ അങ്ങനെ വിചാരിക്കും. അപ്പോഴൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നമ്മളെയാണ്. ശ്രേയസാമപി സർവേഷാം ആത്മാഹി അവധിരർത്ഥത. ഒരു സംശയവുമില്ല. നമ്മളിലൊക്കെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്ത് എന്ന് അന്വേഷിച്ച് പോയാൽ ഒന്നാണ് സർവാത്മാവായ ഭഗവാൻ എന്ന് പറഞ്ഞു വച്ചിരിക്കണേ. നമ്മളിത് വല്ലതും അറിയണ്ടോ? ആചാര്യന്മാർ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഭഗവാനെ കിട്ടണ്ടേ? നമ്മളെന്താ വിചാരിക്കണത്? നമ്മൾ മറ്റേതാ വിചാരിക്കണത്? നാളെ ധ്യാനിക്കാതിരിക്കുമ്പോൾ എങ്ങാനും മയിൽപ്പീലി വന്നാലോ? നമ്മൾ മറ്റേതാ വിചാരിക്കണത്? നാളെ ധ്യാനിക്കാതിരിക്കുമ്പോൾ എങ്ങാനും ഉള്ളുന്ന ആരോ വന്ന് കെട്ടിപ്പിടിച്ചാലോ എന്നൊക്കെയാണ്. നമ്മൾ ഈ ഭഗവാനെ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിലെ ഏറ്റവും നല്ല നമ്മളെ കിട്ടണം എന്നാണെന്ന് ഒരിക്കലും ചിന്തിക്കണില്ല. പണ്ട് ഇത് പറഞ്ഞവർക്കൊക്കെ അത് കിട്ടി. അവർക്ക് എന്തോ ഇത് കിട്ടിയില്ല എന്നും അവർ വേറെന്തോ ആണ് മാത്രം പിടിച്ചു വെച്ചത് എന്നുമാണ് ആര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഇന്നാര് പാടി? പൂന്താനം പാടി. പൂന്താനത്തിന് ആരെയാ കിട്ടിയിട്ടുണ്ടാവുക? ഉണ്ണികൃഷ്ണനെ കിട്ടിയെന്നാണല്ലോ പൂന്താനം പറയണേ, അല്ലേ? ആണ്. പക്ഷെ പൂന്താനത്തിന് ആരെയാ കിട്ടിയിട്ടുണ്ടാവുക? പൂന്താനത്തിന് ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പൂന്താനം പിന്നെ ആലോചിച്ചതിന് വേറൊരു മകൻ ഉണ്ടായിട്ട് ആ മകൻ്റെ കൂടെ നിൽക്കണ എന്നെ എനിക്കിഷ്ടമായാലും ആ മകൻ നാളെ പോയി കഴിഞ്ഞാൽ എനിക്കത് പോവും. ഇപ്പൊ പൂന്താനത്തിന് ഒരു ഉറച്ച അഡ്രസ്സ് കിട്ടി. അതെവിടെയാ കിട്ടിയത്? ഉണ്ണികൃഷ്ണന്റെ കൂടെ. ഉണ്ണികൃഷ്ണനെ ഇഷ്ടപ്പെടുന്നു എന്ന് പൂന്താനം പറയുമ്പോൾ പൂന്താനം ശരിക്കും ഇഷ്ടപ്പെടുന്നത് ഉണ്ണികൃഷ്ണന്റെ കൂടെ നിൽക്കുന്ന പൂന്താനത്തിനെയാണ് എന്ന് പറയാം. പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടാവുമോ എന്നറിയില്ല, പക്ഷെ അതാണ്. അപ്പം നമ്മളൊക്കെ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ ഇഷ്ടപ്പെടുന്നത് ആ ഈശ്വരൻ്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഈശ്വരന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന, ആ ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളിൽ അനുഭവിക്കുന്ന ഒന്നെന്തോ അതിനെയാണ് എന്ന് പറയേണ്ടി വരും. ഒരു ഘട്ടം കൂടെ കടത്തി വെട്ടിയിട്ടാണ് കേട്ടോ ഭാഗവതം പറയുക. ഈശ്വരനെ മറക്കുന്ന ലൈഫിലേക്ക് പോവാനുള്ള അവസരം വന്നപ്പോഴും ഹാപ്പി ആയിട്ട് സ്വീകരിച്ച ആളാ ചിത്രകേതു. എന്നിട്ടാണ് ആരായി മാറിയത്? ഒരു വൃത്രാസുരനായിട്ട് മാറിയത്. അപ്പം വേണമെങ്കിൽ ചോദ്യം വരാം, വൃത്രാസുരനാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈശ്വരനെ മറക്കുന്ന അസുരനാവാനല്ലേ ശ്രമിക്കുന്നത്? അപ്പം ഈശ്വരൻ്റെ ഒപ്പം നിൽക്കണ എന്നെ അല്ലല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അങ്ങനെ വൃത്രാസുരനാവുന്നതും ഈശ്വരൻ്റെ ലീലയാണെന്ന് കണ്ടിട്ട് ആസ്വദിച്ചിട്ടാണ് ആര് പോണത്? ചിത്രകേതു പോണത്. അപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആരെയാ? ഈശ്വരൻ്റെ ലീലയെ ആസ്വദിക്കുന്ന എന്നെയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മളിലെ നമ്മളെയാണ്. നമ്മൾ ആരെയാണ്? നമ്മൾ ആരാണ്? ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ ആത്മഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സകല പ്രവൃത്തികളും ചെയ്യുന്നത്. നമ്മൾ അച്ഛനായിരിക്കണതും അമ്മയായിരിക്കണതും ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഒക്കെ ഇരിക്കണത് അത് നമ്മളെ ഉപദ്രവിക്കാത്തിടത്തോളാണ്. നമ്മുടെ അമ്മ എന്ന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ
എനിക്ക് നാളെ ഇങ്ങനെ മക്കളില്ല എന്ന് പറഞ്ഞ് ഓടാനും അച്ഛനും അമ്മയും മടിക്കാറൊന്നുമില്ല ചില സമയത്ത്, അല്ലേ? ചെയ്യാറില്ലേ? എനിക്കിനി ഇങ്ങനെ ഒരു, അതെപ്പോഴാ? കാരണം ആ മകൻ്റെ അല്ലെങ്കിൽ ആ ഒരു മകളുടെ അച്ഛനോ അമ്മയായിട്ട് നിൽക്കണത് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാണ്ടേ ആവുമ്പോഴാണ്. അത്രയേ ഉള്ളൂ. ധുന്ധുകാരി ഉണ്ടായപ്പോൾ ആത്മദേവന് വലിയ ഇഷ്ടമായിരുന്നു അച്ഛൻ 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 എന്ന് പറയാൻ. കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോഴോ ധുന്ധുകാരിയുടെ അച്ഛൻ എന്ന് പറയണതാണ് ഏറ്റവും വലിയ വിഷമമായത്. അപ്പോൾ ആ ഗോകർണം പറയണത് ആരുടെയെങ്കിലുമൊക്കെ അച്ഛനാന്ന് പറഞ്ഞാൽ എന്നും വിഷമം ഉണ്ടാവും എന്ന് പറയും. ഒരച്ഛനായിട്ടും എല്ലാ കാലത്തും സുഖമായിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആവുന്നതിന് പകരം അതൊക്കെ വേഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ളിലുള്ള ആത്മഭാവത്തെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ആ ആത്മഭാവമാണ് എല്ലാത്തിനും അവധി, അതാണ് എല്ലാത്തിൻ്റെയും അറ്റം, അതാണ് എല്ലാത്തിൻ്റെയും അളവുകോല്, അതാണ് ഹരി. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതിനെ ഒന്ന് മാറ്റാൻ പറ്റും. എന്താ പറ്റുക? തജ്ജന്മ താനി കർമാണി തദായുത്തൻ മനോവച നൃണാം യേനേഹ സ്വാത്മാ സേവ്യതേ. ജന്മം നന്നാവണത് എപ്പോഴാ? ആ ജന്മം കൊണ്ട് നമുക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റും. വാക്കാവണത് എപ്പോഴാ? ആ വാക്കുകൾ പറയുന്നത് നമുക്ക് നമ്മളെ കൂടുതൽ പ്രകാശിപ്പിച്ചു തരും, അല്ലേ? ആയുസ് ഏറ്റവും നല്ലതാവണത് എപ്പോഴാ? ആ ആയുസ്സിലൂടെ നമുക്ക് നമ്മളെ സാക്ഷാത്കരിക്കാൻ, നമുക്ക് നമ്മളിലെ യഥാർത്ഥ നമ്മളെ കണ്ടെത്താൻ, നമ്മളെ ഏറ്റവും ആനന്ദത്തിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ മാത്രമാണ്. ശരിയല്ലേ? ജോലി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ ജോലി കൊണ്ട് ആനന്ദം കിട്ടണില്ല വെച്ചോ. പണം ഉള്ളതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പണം കൊണ്ട് ആനന്ദം കിട്ടണില്ല വെച്ചോ. ആരൊക്കെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടൊക്കെ ആനന്ദം കിട്ടണില്ല വെച്ചോ. നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ ആനന്ദം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ഇതുകൊണ്ടൊന്നും കിട്ടാണ്ടായ ഒരു പ്രയോജനവും ഇല്ല എന്ന് തോന്നും. അപ്പൊ ഇതെല്ലാം എന്തൊന്നിനു വേണ്ടിയാണോ അതിനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത്. അതെങ്ങനെയാ എന്നൊന്നും കൂടെ സൂചിപ്പിക്കണം. എത്ര മനോഹരമായിട്ടുള്ളൊരു എക്സാമ്പിളാണെന്നറിയും. യഥാ തരോർ മൂലനിഷേചനേന തൃപ്യന്തി തൽ സ്കന്ധഭുജോപശാഖാഃ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാരിഹണം അച്യുതേജ്യ. തഥൈവ എന്നാണ്. തരോർ മൂലനിഷേചനേന തൽ സ്കന്ധഭുജോപശാഖാഃ തൃപ്യന്തി യഥാ. തരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം, മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേര്, നിഷേചനം എന്ന് പറഞ്ഞാൽ എന്താവും? സേചനം, നനയ്ക്കുക. നിഷേചനം എന്ന് പറഞ്ഞാലും നനയ്ക്കലാണ്. മൂലനിഷേചനം എന്ന് പറഞ്ഞാൽ വേരിനെ നനയ്ക്കൽ. തരുവിൻ്റെ വേരിനെ നനയ്ക്കുന്നതിലൂടെ, മരത്തിൻ്റെ വേരിനെ നനയ്ക്കുന്നതിലൂടെ തൽ സ്കന്ധഭുജോപശാഖാഃ തൃപ്യന്തി. ആ മരത്തിൻ്റെ തന്നെ സ്കന്ധവും ഭുജങ്ങളും ഉപശാഖകളും തൃപ്തരാവുന്നു. സ്കന്ധം എന്ന് പറഞ്ഞാൽ മെയിൻ തടി, ഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പിന്നീട് ഉണ്ടാവുന്ന ബ്രാഞ്ചുകൾ എന്ന് എടുത്തോളൂ, ഉപശാഖകൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന ബ്രാഞ്ചുകൾ എന്ന് എടുത്തോളൂ. അത് മുഴുവൻ തൃപ്യന്തി, തൃപ്തിപ്പെടും. എപ്പോ? വെള്ളം എവിടെ ഒഴിച്ചാൽ മതി? വേരിൽ ഒഴിച്ചാൽ. വേരിൽ വെള്ളം ഒഴിച്ചാലാണ് സ്കന്ധവും ഭുജങ്ങളും ശാഖകളും ഒക്കെ തൃപ്തിപ്പെടുന്നത്. അല്ലാണ്ട് എവിടെ പോയി വെള്ളം ഒഴിക്കണ്ട? തടിക്ക് കുറച്ച്, ഫസ്റ്റ് ബ്രാഞ്ചിന് കുറച്ച്, മറ്റേ ബ്രാഞ്ചിന് കുറച്ച്. വെള്ളം ഒഴിക്കാൻ പോയ മകനെ കാണാനില്ല. എന്താ നമ്മെ 4 5-6 കൊമ്പും കൂടെ ബാക്കിയുണ്ടെന്നാണ്. അതിലൊക്കെ വെള്ളം ഒഴിക്കണോ? എവിടെ ഒഴിച്ചാൽ മതി? വേരിൽ ഒഴിച്ചാൽ മതി. വേരിൽ ഒഴിച്ചാൽ എന്തുണ്ടാവും? വേരിന് വലിയ വില ഉണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഈ വേര് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതിൻ്റെ വേര് ഇയാളാണ്, അതിൻ്റെ റൂട്ട് ഇയാളാണ്, അതിൻ്റെ വേര് ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് അങ്ങോട്ടൊക്കെ എത്തണത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം തരുവിൻ്റെ മൂലനിഷേചനത്തിലൂടെ സ്കന്ധഭുജോപശാഖങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടുന്നുവോ അതുപോലെ സർവാരിഹണം അച്യുതേജ്യ. അച്യുതേജ്യയാണ് സർവാരിഹണത്തിന് വഴിയൊരുക്കുന്നത്. അച്യുതൻ്റെ ഇജ്യ അല്ലെങ്കിൽ അച്യുതനായിക്കൊണ്ടുള്ള ഇജ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ എന്നർത്ഥം. അപ്പം അച്യുതനായിക്കൊണ്ടുള്ള സേവയാണ്, അച്യുതനെ സേവിക്കുന്നതാണ് സർവാരിഹണമായി മാറുന്നത്. എന്ത് സർവാരിഹണം? ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേരെയാവണമെന്ന് വിചാരിക്കുന്നുണ്ടോ അതിന് മുഴുവൻ വേര് അച്യുതനാണ്. അച്യുതനെ തൃപ്തിപ്പെടുത്തിയാൽ ബാക്കിയെല്ലാം നേരെയാവും.
ഈ ലൈൻ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ആദ്യം ആരെ തൃപ്തിപ്പെടുത്തണം? ഈശ്വരനെ തൃപ്തിപ്പെടുത്തണം. എങ്ങനെയാണ് നമ്മൾ എന്നിട്ട് ആദ്യം ഈശ്വരനെ തൃപ്തിപ്പെടുത്തുക? ഒരു കോയിൻ ഇട്ടു എന്നിട്ട് പോകണം അല്ലേ? ഒന്ന് കണ്ടേച്ചും വരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഓടി തൊഴുതിട്ട് വരും. ഫസ്റ്റ് ഓർമ്മ അവിടെ കൊടുത്തിട്ട് പോയേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യണത്. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലെ അല്ലേ? എല്ലാ അർഹണത്തിനും മുമ്പ് ആരെ സേവിക്കണത്? ഈശ്വരനെ സേവിക്കണത്. എല്ലാത്തിനും മുമ്പ് നമ്മൾ പിറന്നാൾ ഉണ്ണുമ്പോൾ ആദ്യം ആർക്ക് കൊടുക്കണു? ഗണപതിക്ക് കൊടുക്കണു, ഭഗവാന് കൊടുക്കണമെന്ന് സങ്കല്പം. എന്തെങ്കിലും ഒന്ന് വാങ്ങുമ്പോൾ അതിന് മുമ്പേ ഭഗവാന് കൊടുക്കണമെന്നുള്ള സങ്കല്പം. വാങ്ങിയാലും ആദ്യം കൊടുക്കണമെന്നുള്ള സങ്കല്പം. വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് ആരെ കാണിക്കണേനും ആദ്യം ആൾക്കാരെ കാണിക്കുന്നതിന് മുമ്പ് ആരെ കൊണ്ടുപോയി കാണിക്കും? ഗുരുവായൂരപ്പനെ കൊണ്ടുപോയി കാണിക്കും. കണ്ടോളൂ കേട്ടോ, എവിടെ വെച്ച് കണ്ടാലും ആക്സിഡൻ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്തോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് മറ്റേ ഇൻഷുറൻസും ഓരാതുകൊണ്ടാണ് പുതിയൊരു ഇൻഷുറൻസും കൂടെ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഒരു വിശ്വാസം, ഈ വണ്ടി ഏത് റോട്ടിൽ കൂടെ പോയാലും ഭഗവാൻ നോക്കിക്കോളും. നമ്പറൊക്കെ നല്ലോണം ഇല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കും. നമ്പറുമ്പിലൊക്കെ ചന്ദനവും തൊടിയിക്കും. നമ്മൾ ഒരു വിശ്വാസമാണ്. നമ്മൾ അങ്ങനെയാണ് ആദ്യം ഹരിസേവ ചെയ്തുകൊണ്ട് ബാക്കി എല്ലാത്തിനും അതൊരു മൂലനിഷേചനാണ് എന്ന് വിചാരിക്കാം. ജോലി കിട്ടുമ്പോൾ ആദ്യം പോകും, വിവാഹ അമ്പലത്തിൽ വെച്ച്. വിവാഹം കഴിഞ്ഞ് ആദ്യം ആൾക്കാർ ഹണിമൂൺ പോണതിന് മുമ്പ് ഇങ്ങോട്ട് പോകും. 2 അമ്പലത്തേക്കെങ്കിലും മിനിമം പോകുന്നതാണ്. വിഷമം തോന്നണ്ട ആർക്ക്? അവർക്കല്ല, ഭഗവാന് വിഷമം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് തുടങ്ങണതിന് മുമ്പ് ആദ്യം ഒരു മംഗളശ്ലോകമൊക്കെ ചൊല്ലില്ലേ? എന്തുകൊണ്ടാ? ഞാൻ തന്നെ ഇവിടെ ഇപ്പോൾ ആദ്യം ഹരേരാമ ചൊല്ലില്ലല്ലേ തുടങ്ങിയത്? എന്തുകൊണ്ടാ? പേടിയാ. ഇനി എങ്ങാനും അതൊക്കെ ചൊല്ലാണ്ട് തുടങ്ങിയാൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോയാലെന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മളത് ചെയ്യണേ. അപ്പം നമ്മളതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉറപ്പ് വെക്കുകയാണ്. എന്ത്? എനിക്കറിയാട്ടോ, മുഴുവൻ എൻ്റെ കയ്യിലൊന്നല്ല. ആൾക്കാരുടെ മുന്നിൽ നമ്മൾ പ്രഭാഷണമൊക്കെ നല്ലതാന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ഞാൻ അല്ലിപൊളിയാക്കി നല്ലോണം അറിയാമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടിരിച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല ഉറപ്പുണ്ട് അതൊക്കെ എവിടുന്ന് വരണം, എങ്ങാനും മൂപ്പര് വിചാരിച്ചതൊക്കെ പുറത്തേക്ക് വരാണ്ടേ ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പ്രാർത്ഥനയൊക്കെ ചെയ്തു വെക്കുക. അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മുടെ മൂലനിഷേചനം. പക്ഷേ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്താൽ നമ്മളിലെ ഉള്ളിൻ്റെ ഉള്ളിലെ നമ്മളെ തൃപ്തിപ്പെടുത്താതെ ബാക്കി ഒന്നിനെയും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ശരിയല്ലേ എന്ന് ആലോചിച്ചു ആണ്. അടുത്തൊരു ഉദാഹരണം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരുമിച്ച് ചിന്തിക്കും. തരുവിൻ്റെ മൂലനിഷേചനം സ്കന്ധഭുജോപശാഖങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല അവിടെയുള്ള ഉദാഹരണം. പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം എന്നുകൂടെയുണ്ട്. പ്രാണനെ വേണ്ടതുപോലെ തൃപ്തിപ്പെടുത്തിയാൽ അത് ആർക്കുള്ള തൃപ്തിയായിട്ട് മാറും? ഇന്ദ്രിയങ്ങൾക്കുള്ള തൃപ്തിയായിട്ട് മാറും. പ്രാണൻ ഈ ശരീരത്തിനെ മൊത്തത്തിൽ കൊണ്ടു നടക്കുന്ന എനർജി. ആ എനർജി വേണ്ടതുപോലെ നമ്മൾ ഉണ്ടാക്കിയാൽ കണ്ണിനും കാതിനും ഒക്കെ എനർജി ഉണ്ടാവും എന്നാണ് പറയണത്. വിശന്നിട്ട് കണ്ണ് കാണാനില്ല എന്നല്ലേ പറയുക, അല്ലേ? അപ്പം എവിടെയാ എന്നിട്ട് കണ്ണ് കാണാത്തതിന് നമ്മൾ ഭക്ഷണം കൊടുക്കുക? വ്യാഖ്യാതാക്കൾ ചോദിക്കണത് തന്നെ അതാ. കണ്ണ് കാണാത്തതിന്, എനർജി ഇല്ലാത്തതുകൊണ്ട് കണ്ണ് കാണാത്തതിന് കുറച്ച് എനർജി കണ്ണിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അതെവിടെ കൊടുത്താൽ മതി? ശരീരം മൊത്തം ഓടുന്ന പ്രാണന് കൊടുത്താൽ മതി. അത് ആ പ്രാണന് കൊടുത്താൽ കണ്ണിനും കിട്ടും, കാതിനും കിട്ടും, കയ്യിനും ഒക്കെ കിട്ടും, അല്ലേ? എനിക്ക് തോന്നുന്നു പണ്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, പണ്ടോ അറിയില്ല, അത് നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല കേട്ടോ, എന്നാലും പറഞ്ഞേക്കാം. അതിൽ ആ കാർട്ടൂൺ കഥാപാത്രത്തിൽ ചീര കഴിച്ചാൽ അയാൾ മൊത്തത്തിൽ ഇങ്ങനെ ശക്തനാവും. കാണിച്ചിരിക്കുന്നത് നല്ല രസമാണ്. കാരണം ചീര ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ മസിലൊക്കെ ഇങ്ങനെ വരും. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് എനർജി കയറി കഴിഞ്ഞാൽ അതെവിടെയൊക്കെ ബാധിക്കും? കണ്ണ്, കയ്യ്, കാല്. കണ്ടാ ഭക്ഷണം കിട്ടിയോട് കൂടിയിട്ട് അവന് തെളിമയൊക്കെ വന്നു ചിലരെ പറ്റി നമ്മൾ പറയാറുണ്ട്. അപ്പം പ്രാണോപഹാരം, പ്രാണനെ സേവിക്കുന്നതിലൂടെ, തൃപ്തിപ്പെടുത്തുന്നതിലൂടെ എന്ന് പറയാം. പ്രാണൻ എന്തെങ്കിലും കൊടുക്കുന്നതിലൂടെ അത് ആർക്കെത്തും? ഇന്ദ്രിയങ്ങളിലേക്ക് എത്തും. കണ്ണിനും കാതിനും കയ്യിനും കാലിനും ഒക്കെ എത്തും. അതിനല്ലേ നമ്മൾ നല്ല പോലെ ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം കഴിക്കണത്. അത് കഴിക്കുമ്പോഴാണ് കണ്ണിനും കാതിനും ഒക്കെ എത്തുന്നത്. കണ്ണിന് കാഴ്ചക്കുറവായ വൈറ്റമിൻ എ ഉള്ള ഭക്ഷണം കഴിക്കുകയല്ലേ ചെയ്യുക, അല്ലാണ്ട് കണ്ണിലേക്ക് ഇത്തിരി അങ്ങനെയല്ലല്ലോ. അല്ല, അതുപോലെ സർവാരോഹണം അച്യുതേജി. അപ്പം പ്രാണൻ എങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ആധാരമായിരിക്കണമോ,
വേരെങ്ങനെ സ്കന്ധഭുജോപ ശാഖകൾക്ക് ആധാരമായിരിക്കണമോ അതുപോലെയാണ് ആത്മാവ് അല്ലെങ്കിൽ ഹരി സർവത്തിനും ആധാരമായി ഇരിക്കുന്നത്. ഇനി നോക്കാം, നമ്മളില്ലാണ്ട് എല്ലാം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളുണ്ടെങ്കിൽ എല്ലാത്തിനും വിലയുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാവുക എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ സ്വയം സന്തുഷ്ടരാണെങ്കിൽ നമുക്ക് എവിടെ നിൽക്കാനും പറ്റും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ സ്വയം സന്തുഷ്ടരാണെങ്കിൽ കൂടെയുള്ളത് ആരാണ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. എവിടെയാണെന്നുള്ളത് പോലും വിഷയമുള്ള കാര്യമല്ല. ആ മൂടേ നമുക്ക് നല്ല മൂടായിട്ട് തോന്നും. അത് അവിടെ ചുറ്റുമിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത കാരണമല്ല. മൂഡ് എവിടെ ശരിയായതുകൊണ്ടാ. നമ്മുടെ ഉള്ളിലെ മൂഡ് ശരിയല്ലെങ്കിലോ നമ്മുടെ ചുറ്റും ആരിരുന്നിട്ടും കാര്യമില്ല, എന്തുണ്ടായിട്ടും കാര്യമില്ല. അർഹണം ഇവിടെ കൊടുത്താൽ അതെല്ലാത്തിനെയും സെറ്റാക്കിയ പോലെയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സെറ്റായാണ്ടല്ലോ നമ്മളെല്ലാം നന്നായിട്ടേ ചെയ്യുള്ളൂ. ചിലരെങ്കിലും ഇപ്പോഴത്തെ ജൻസി കാലഘട്ടത്തിൽ ഈ ഡയലോഗ് പറയുന്നുണ്ട്. എന്താണെന്നല്ലേ, നീ ആദ്യം ഒന്ന് ഓക്കെ ആവുക, അപ്പം എല്ലാം ശരിയാവും. നമ്മൾ ഓക്കെ അല്ലെങ്കിൽ എല്ലാം കൊളാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ആരെ ഓക്കെ ആക്കാനാണ് നോക്കുന്നത്? നമ്മളെ അല്ല, നമ്മൾ നമ്മുടെ പുറത്തുള്ള സകലതിനെയും ഓക്കെ ആക്കാൻ നോക്കും. എങ്ങടൊക്കെ കണക്ട് ചെയ്യാന്നറിയോ? ഗജേന്ദ്രനെ മുതല വന്ന് കടിച്ചില്ലേ? ഇല്ലേ? മുതല വന്ന് കടിച്ചപ്പോൾ ഗജേന്ദ്രൻ ഓക്കെ അല്ലാണ്ട് ആയി എന്ന് മാത്രം വിചാരിച്ചോളൂ. ഇനി മുതല വന്ന് കടിക്കുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഓക്കെ അല്ലാണ്ട് ആവുന്ന അനുഭവങ്ങൾ മുതൽക്ക് മൊത്തത്തിൽ മരണത്തിനെ അഭിമുഖീകരിക്കുന്ന അനുഭവം വരെ ഏതിൻ്റെ വേണമെങ്കിലും ഒരു സിംബലൈസേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആ മുതല വന്ന് കടിച്ച സമയത്ത് ഗജേന്ദ്രൻ നേരെയാക്കാൻ നോക്കിയത് മുഴുവൻ പുറമേയുള്ള കാര്യങ്ങളായിരുന്നു, ഒപ്പമുള്ള ബന്ധങ്ങൾ, ഒപ്പമുള്ള മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷെ അതിലൂടെ ഒന്നും ഗജേന്ദ്രൻ ആ പ്രശ്നത്തെ മറികടക്കാൻ പറ്റിയില്ല. അവസാനം ഗജേന്ദ്രൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കണക്ഷൻ പ്രോബ്ലം ശരിയാക്കാൻ നോക്കി. ആ കണക്ഷൻ പ്രോബ്ലം നേരെയാക്കിയതോട് കൂടിയിട്ട് മുതലയും പോയി. എത്ര ഉദാഹരണങ്ങളിലാണ് നമുക്കത് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ഉള്ളിലെ കണക്ഷൻ നേരെയാക്കിയാൽ പുറമേ ഉള്ളതെല്ലാം നേരെയാവും. നമുക്ക് നമ്മളെ കിട്ടാത്തതിന് വല്ലവരെയും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ടും നമ്മൾ എന്താ ചെയ്യണേന്നറിയോ? സകലോരോടും പോയിട്ട് തിണ്ടും. സമാധാനം അവരെവിടെ നിർത്തി തരാനാ? കുറച്ച് സ്വൈരം തരുമോ എന്ന് ചോദിക്കും. അവരെവിടെ നിർത്തി തരാനാ? നമ്മൾ ഈ സ്വൈരം തരുമോ സമാധാനം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഉദ്ദേശിക്കണം എന്താണെന്നറിയോ? നീ ചെയ്യണത് എന്തോ എനിക്കിഷ്ടാവണില്ല, അതുകൊണ്ട് എനിക്ക് സമാധാനം കിട്ടണില്ല. എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, നീ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചോദിക്കണത്? സ്വൈരം തരുമോ സമാധാനം ചോദിക്കണ കേട്ടാൽ തോന്നും അവൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്ത് മാത്രം കിട്ടിയാൽ മതി. അതൊന്നുമല്ല. നമ്മൾ ആ ചോദിക്കണേൽ എന്നെ എന്ത് ഇംപ്ലൈഡ് ആയിട്ട് പറയുന്നുണ്ട്? നീ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ. അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കണേ. അക്രൂരൻ പറഞ്ഞു ഉള്ളിൽ വെള്ളം ഉണ്ടെന്ന് അറിയാണ്ടെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് പോയി കഴിഞ്ഞ പായലും മറ്റുമൊക്കെ മൂടിയത് കണ്ടിട്ട് ഇവിടെ വെള്ളമില്ല എന്ന് വിചാരിച്ചിട്ട് വെള്ളം കിട്ടാൻ വല്ലോടത്തും പോണത്. ഉള്ളിലുള്ളത് അറിയണ്ടേ? അറിഞ്ഞില്ല, അറിയാൻ പറ്റണില്ലല്ലോ എന്നാണ് അക്രൂരൻ ചോദിക്കണേ. അപ്പം നമുക്ക് നമ്മളെ കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടാണ്ടാവും. നമ്മളില്ലെങ്കിൽ നമുക്ക് നല്ല ജോലിയില്ല, നല്ല കുടുംബജീവിതമില്ല, ഒന്നുമില്ല. എവിടെ പോയിരുന്നാലും കുഴപ്പം. ഭാഗവതം കേൾക്കാൻ വന്നാൽ പോലും കുഴപ്പം. അത് ഭാഗവതത്തിൻ്റെ കുഴപ്പമല്ല, അത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെയും കുഴപ്പമല്ല, പറയണ ആചാര്യൻ്റെയും കുഴപ്പമല്ല. കുഴപ്പം എവിടെയാ? നമ്മുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഒരു കല്യാണത്തിന് പോയി, ഒന്നും ഇഷ്ടമായില്ല. അത്ര ഇഷ്ടമാവാത്തത് അവിടുത്തെ കല്യാണം നന്നാവാഞ്ഞിട്ടല്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആർക്കാ ഇഷ്ടമാവാത്തത്? നമ്മുടെ മൂഡ് സെറ്റാവാത്തതുകൊണ്ടാണ്. എത്ര അനുഭവങ്ങളാണ് നമുക്ക്. ഉള്ളിൽ കൊടുക്കാണ്ട പുറമെ എവിടെയും നന്നാക്കാൻ പറ്റില്ല. ഇവിടെ നേരെയാവാണ്ട് എവിടെയും നേരെയാവില്ല. ഇവിടുത്തെ കണക്ഷൻ പ്രോബ്ലം സെറ്റാക്കാണ്ട് ഒന്നും നേരെയാവാൻ പോകുന്നില്ല. നമ്മുടെയൊക്കെ പൂർവികൻ ആരാ? നമ്മളെയൊക്കെ മാനവര് എന്ന് വിളിക്കുന്നത് ആര് കാരണം? ആരുടെ വംശത്തിൽ വന്നതുകൊണ്ടാ? മനുവിൻ്റെ വംശം. പഠിച്ചില്ലേ?
ആ മനുവിനെ പറ്റി ആർക്കും വേണ്ടാണ്ട പറഞ്ഞൊരു 3-4 ശ്ലോകം ഉണ്ട് ഭാഗവതത്തിൽ. മനുവിൻ്റെ വംശം കേൾക്കണം എന്നൊക്കെ വിതുരം പറയുകയാണേ. നമുക്ക് തോന്നി ഇയാളുടെ വംശം കേട്ടിട്ട് ഇപ്പം എന്തിനാണ്? നമ്മൾ ആകെപ്പാടതിൽ കേൾക്കാറുള്ളത് മനുവിൻ്റെ മകള് ദേവഹൂതിയും, ദേവഹൂതിയെ കല്യാണം കഴിച്ച കർദമനും, അതിലുണ്ടായി വന്ന മകൻ കപിലനും. ആ ദേവഹൂതിയും കർദമനും കല്യാണം കഴിക്കണവരെ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ആചാര്യൻ കപിലൻ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നമ്മൾ കണ്ണൊക്കെ തരും. കപിലോപദേശം തുടങ്ങുക, ഇത് പഠിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അതിന് മുമ്പും കൂടെ പഠിക്കണം. അതില്ല. മനുവിൻ്റെ ജീവിതം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അയാൾ അച്ഛനായിരുന്നു, ഭർത്താവായിരുന്നു, പ്രജാപതിയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ആൾക്ക് ചെയ്യാണ്ടായിരുന്നു എന്നറിയോ? പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ശാരീരാ മാനസാസ്താപാഹ അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല എന്ന്. അദ്ദേഹത്തിന് ശാരീരികവും മാനസികവും ആയിട്ട് ഒരു താപവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അദ്ദേഹം നല്ല മൂഡിലായിരുന്നു, എന്നും പെർഫെക്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പെർഫെക്റ്റ് ആയതെന്ന് ആൾക്കാർ വന്ന് ചോദിക്കുമായിരുന്നു. അദ്ദേഹം ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിന് ഏകമുള്ള കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം സെൽഫ് മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യത്തിനൊക്കെ ഇരിക്കാറ്. അദ്ദേഹത്തിൻ്റെ സെൽഫ് മാനേജ്മെൻറ്റിൻ്റെ രീതിയാണ് ശൃണ്വതോ ധ്യായതോ വിഷ്ണോഹോ കുർവതോ ബ്രുവത കഥാഹ. വിഷ്ണു കഥകൾ കേൾക്കുകയും പാടുകയും ഓർക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അത്രയേ ഉള്ളൂ. അപ്പം അദ്ദേഹം അത് മാനേജ് ചെയ്ത് വെച്ചപ്പോൾ അദ്ദേഹം ഓക്കെയാണ്. എല്ലാ കാര്യവും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ആർക്കറിയാം? അദ്ദേഹത്തിന് അറിയാം. ലോകം മുഴുവൻ ഓക്കെ അല്ല എന്നാണ് പ്രിയവ്രതം വിചാരിച്ചു. നാരദൻ പറഞ്ഞത് കേട്ടപ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഓക്കെ അല്ലാച്ച എല്ലാം ഓക്കെ ആവില്ല, നമ്മൾ ഓക്കെ ആണെച്ചാൽ എല്ലാം ഓക്കെയോ. പ്രിയവ്രതൻ ആദ്യം സ്വയം ഓക്കെ ആക്കി. അതോടുകൂടി പ്രിയവ്രതൻ കല്യാണവും കഴിച്ചു, രാജാവുമായി. ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. പ്രചേതസ്സുകളോടും ഭഗവാൻ പറഞ്ഞത് അതാണ്, ഉള്ളിൽ ഓക്കെ ആക്കിയാൽ പുറമെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നിങ്ങൾ കല്യാണം കഴിച്ചോളൂ, തലമുറകളെ വളർത്തിയെടുത്തോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ബന്ധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒക്കെ പോട്ടെ. ഭാഗവതത്തിൽ ഇത് കാണിച്ചു തന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആരാ ചോദിച്ചാൽ കൃഷ്ണനാ. ലോകത്തെ ആൾക്കാർക്ക് ഓക്കെ അല്ലാത്ത എല്ലാ കാര്യവും കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തപ്പോഴും ആര് മാത്രം ഓക്കെ അല്ലാണ്ടേ ആയിട്ടില്ല? കൃഷ്ണൻ മാത്രം. നാരദ മഹർഷി അത്ഭുതത്തോടു കൂടി ദ്വാരകയിൽ പോയപ്പോൾ കണ്ടതാ. കൃഷ്ണൻ ചെയ്യണ കാര്യങ്ങളിൽ 1-2 ചെയ്താൽ വരെ ഓക്കെ ആവാത്ത ആൾക്കാരാണ് ബാക്കിയെല്ലാവരും. ആ സമയത്താണ് കൃഷ്ണൻ സകലതും ചെയ്യണത്. ഭർത്താവായി, മകനായി, സഹോദരനായി, ഫ്രണ്ടായി, എന്തൊക്കെയാ ചെയ്യണേ? മൾട്ടി ടാസ്കർ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തരി പോലും കൃഷ്ണന്റെ പുഞ്ചിരി മാഞ്ഞില്ല എന്ന് പറയുന്നത് കൃഷ്ണനെ നഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഉള്ളിലെ ബോധത്തിന് ഒരു ച്യുതിയുമില്ല, അച്യുതനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള അച്യുതനെ രുക്മിണി ഇഷ്ടപ്പെട്ടതും അതുകൊണ്ടാണ്. അപ്പം എപ്പം നമ്മളിൽ ആത്മാവിനെ തിരിച്ചറിയണോ, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയണോ, നമ്മുടെ ഉള്ളിലെ ഏറ്റവും ആനന്ദമയമായ നമ്മുടെ ഭാവത്തെ തിരിച്ചറിയണോ, അതോടുകൂടി ലൈഫേ സെറ്റായി. അതുവരെ ലൈഫ് ഒരിക്കലും സെറ്റാവില്ല. യഥാ തരോർ മൂലനിഷേചനേന തൃപ്യന്തി തൽ സ്കന്ധഭുജോപശാഖാഹ പ്രാണോപഹാരാച്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാരിഹണം അച്യുതേജ്യ. ആ അച്യുതൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ഓർത്താൽ മതി. എന്താണ്? എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ആത്മഭാവം തന്നെയാണ് ഹരി, വിശ്വാത്മാവ്, ഈശ്വരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, അച്യുതൻ എന്ന് വിളിക്കുന്നത്. ആ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മളെ വേണ്ടതുപോലെ തൃപ്തിപ്പെടുത്താതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഗോപികമാര് രാസലീലയിലൂടെ അവരവരെ കണ്ടെത്തിയതാ. അവരെ ഹാപ്പിയായി. അപ്പം എന്താ വെച്ചാൽ അവർക്ക് പകല് മുഴുവൻ ഒരു ഭാര്യയായിട്ടും അമ്മയായിട്ടും സഹോദരിയായിട്ടും മകളായിട്ടും ഇരുന്ന് എന്ത് ചെയ്യാനും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വൃന്ദാവനത്തിലുള്ളവർ മുഴുവൻ ലൈഫ് അത്രയും ആസ്വദിക്കാൻ കാരണം എന്താണെന്നറിയോ? അവർക്ക് അവരെ ആദ്യം സെറ്റാക്കാൻ പറ്റി. അവരെ ആദ്യം സെറ്റായപ്പോൾ അവർക്ക് പുറമേ ഉള്ളതൊന്നും പ്രശ്നമില്ലാണ്ടായി. നമ്മൾ ഈ ഓടുന്നത് ഓട്ടത്തിന് വേണ്ടിയിട്ടാണേ. നമുക്ക് നമ്മുടെ ഉള്ളിലെ നമ്മളെ സെറ്റാക്കാൻ പറ്റിയാണ്ടല്ലോ, പിന്നെ നമ്മൾ അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ഹാപ്പിയാണ്. ആരെങ്കിലും കൂടെ ഉള്ളപ്പോഴും ശരി, ഇല്ലാത്തപ്പോഴും ശരി ഹാപ്പിയാണ്. ഇപ്പം ആരും ഇല്ലാത്തപ്പോൾ ഇഷ്ടമല്ലല്ലോ, അവനവനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ലല്ലോ, തീരെ ഇഷ്ടമല്ലാത്തത് നമ്മളെ. ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളെ ഇഷ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് ഇരിക്കണം നമ്മളെ നമുക്ക് എന്തൊരു കഷ്ടമാണ് ആലോചിച്ച് നോക്കൂ. എന്നാൽ നമുക്ക് നമ്മളെ ഇഷ്ടമായാണ്ടല്ലോ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും ഇഷ്ടമാണ്, ആൾക്കാരുടെ കൂടെ ഇരിക്കാനും ഇഷ്ടമാണ്, മിണ്ടാതിരിക്കാനും ഇഷ്ടമാണ്, മിണ്ടിക്കൊണ്ടിരിക്കാനും ഇഷ്ടമാണ്.
ഉണർന്നിരിക്കാനും ഇഷ്ടമാണ്. ഇപ്പം എങ്ങനെയാ ഇഷ്ടം? ഉറങ്ങാനാണ്. ഉണർന്ന് ഒരു കൂട്ടം ഓർമ്മ വരും. ഓർമ്മ വന്ന എൻ്റെ കുറേ ഭാവങ്ങളെയൊക്കെ ഓർക്കേണ്ടി വരും. അത് മുഴുവൻ സെറ്റാവാണ്ടിരിക്കണത് മുഴുവൻ ഓർമ്മയിൽ വരും. അപ്പം ഭേദം തോന്നും. എന്താണ്? ഉറങ്ങാണ്. ഉറങ്ങുമ്പോൾ സുഖമാണ്. ഒളിച്ചോടാനാണ് ഇഷ്ടം. പക്ഷെ ഉള്ളിൽ സെറ്റായാണ്ടല്ലോ നമുക്ക് ഒളിച്ചോടാനല്ല, എല്ലാത്തിലും നിൽക്കാൻ നല്ല ഇഷ്ടം. അങ്ങനെ പറ്റട്ടെ. നമ്മുടെ ഈ ജന്മം, നമ്മൾ ചെയ്യണ കർമ്മങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന വ്രതാദ്യ അനുഷ്ഠാനങ്ങൾ, ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്ന സ്വാധ്യായം, മറ്റെന്തും, ഈ സത്സംഗം അടക്കം നമുക്ക് ആരെ കിട്ടാനാവട്ടെ? നമ്മളെ കിട്ടാനാവട്ടെ. നമ്മുടെ ആനന്ദ സ്വരൂപത്തിലേക്ക് എത്താൻ ആവട്ടെ. പരമാനന്ദം അനുഭവിക്കാൻ ആവട്ടെ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകങ്ങളിൽ ഈ പറയുന്ന നമ്മളിലെ ആത്മഭാവത്തു നിന്നാണ് ബാക്കി എല്ലാം ഉടലെടുക്കുന്നത് എന്ന് ഒന്നും കൂടെ സ്പഷ്ടാക്കി തരും. അതിനെ അന്വേഷിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തതല്ല, വേഗം എത്തുന്നതാണ് എന്നും കൂടെ ഓർമ്മിപ്പിച്ചു തരും. നമ്മളെ അന്വേഷിച്ചിറങ്ങാൻ പുറപ്പെട്ടാൽ നമ്മളിലെ നമ്മൾക്ക് വേണ്ടി ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കണവരെക്കാൾ ഇഷ്ടം നമ്മളോട് കാണിക്കൂത്രേ. അപ്പോൾ വേഗം നമുക്ക് അതിനേക്ക് അടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്നത് പോലെയാണ്. ആ ശ്ലോകങ്ങളൊക്കെ നമുക്ക് എടുത്ത് പറഞ്ഞത് അതാണ്. വേണമെങ്കിൽ അടുത്തൊരു സെഷനാക്കി വയ്ക്കാം എന്നാണ്. അപ്പോൾ ആ ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് ആക്കാം. തൽക്കാലം എന്ത് വിചാരിക്കാം? ചെയ്യണതെല്ലാം ഈ ഒന്നിനായാൽ നല്ലത്, അല്ലെങ്കിൽ വെറുതെ ആയി പോണു എന്നുള്ളത് ഓർക്കാം. തൽക്കാലം അത് പറഞ്ഞ് നമ്മളിവിടെ സമർപ്പിക്കുന്നു.